ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് എന്തിനാ നമ്മൾ അണ്ണൻ്റെ മാച്ച് കാണാൻ, അല്ലാണ്ടെന്താ. അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് ഞാൻ മാച്ച് കാണാനിരുന്നു. കുറച്ച് പാൽപ്പൊടി അലക്കിയിട്ട് സ്മോക്കിക്കും കൊടുത്ത്. അവന് പിന്നെ മാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നോക്കി കുടിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. എനിക്കിവിടെ കോളേജ് കഴിഞ്ഞെങ്കിലും പ്ലേസ്മെൻറ്റ് കാര്യത്തിന് കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ 9 ആകുമ്പോൾ കോളേജിൽ പോകണമായിരുന്നു. ഓൾവേസ് എൻ്റെ മുടി എന്നെ ലേറ്റ് ആക്കും. ഓൾറെഡി എൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്ത വെള്ളം കൂടി ആകുമ്പോൾ ഒരുമാതിരി സ്റ്റിക്കിയും ഫ്രിസ്സിയും ആയിട്ട് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത്ര ടൈം എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ മുടി ഇങ്ങനെ അയച്ചിട്ട് ഗൈസ്. പിന്നെ ഇതെൻ്റെ ന്യൂ വാച്ചാട്ടോ, എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണേ. പിന്നെ എൻ്റെ പുറത്ത് കെട്ടി വെച്ച എൻ്റെ മോനെ അകത്തോട്ടാക്കിയിട്ട് ഐ വെൻറ്റ് ടു കോളേജ്. ഓ സോറി, ഐ ഫൊഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് ദം. ദിസ് ഈസ് മൈ ന്യൂ സമന്ത ആൻഡ് റേച്ചൽ. ഇങ്ങനെയുണ്ട്. ഇത് രണ്ടും എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണേ. ഇങ്ങനെ 2 ചേച്ചിമാരുള്ളതുകൊണ്ട് ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ പോയി ഞാൻ ഹീൽസ് ഫസ്റ്റായിട്ടാണ് ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല പണി എനിക്ക് എൻ്റെ സമന്തയും റേച്ചലും തന്നു. എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ലടോ. പിന്നെ എൻ്റെ റഷിമോൾ ഉണ്ടായതുകൊണ്ട് തന്നെ റഷിമോൾക്ക് ഞാനത് കൊടുത്തു. അവളുടെ ചെരുപ്പ് ഞാൻ ഇട്ടു, എൻ്റെ ചെരുപ്പ് ഞാൻ അവളോട് ഇടാൻ പറഞ്ഞു. അവൾ എന്നെ കണ്ടപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് നീ ഇത്രയും വലിയ നീളം വെച്ചോ എന്നുള്ള ഭാഗത്തിലായിരുന്നു അവൾ. അപ്പം ഞാൻ ആ കുട്ടിയെ അങ്ങ് വളർത്തി കൊടുത്തു. അങ്ങനെ കോളേജിൽ പരിപാടിയൊക്കെ ഒരു 12 മണിയോടെ തീർത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കീ റഷീയുടെ അടുത്താണ് കൊടുത്തു വെച്ചത്. അങ്ങനെ കീ ഇല്ലാതെ ഞാനിവിടെ പുറത്തിരിക്കുകയാണ് ഗൈസ്. റഷി വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അവൾ തിരിച്ചുകൊണ്ട് എനിക്ക് കീ തരാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ റഷിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുവരെ നമുക്കിങ്ങനെ വാച്ചിൽ നോക്കിയിരിക്കാം. ഇത് നോക്കി എന്നെ നോക്കി സ്നാപ്ചാറ്റ് ഫിൽറ്ററുകളില്ല. അപ്പം ശരി, ബൈ.